സൗദി അറേബ്യയിലെ ജിദ്ദ തുറമുഖത്ത് ഇന്ധനക്കപ്പലിന് നേരെ ഭീകരാക്രമണം നടന്നതായി റിപ്പോർട്ട്. തിങ്കളാഴ്ച രാത്രി സൗദി പ്രാദേശിക സമയം 12:40-നായിരുന്നു സ്ഫോടനം നടന്നത്. സ്ഫോടക വസ്തുക്കൾ നിറച്ച ബോട്ട് ഉപയോഗിച്ചാണ് കപ്പലിന് നേരെ ആക്രമണമുണ്ടായതെന്ന് സൗദി ഊർജ്ജ മന്ത്രാലയം അറിയിക്കുകയുണ്ടായി. ആർക്കും ജീവഹാനിയോ പരിക്കോ ഉണ്ടായിട്ടില്ലെന്നാണ് ലഭ്യമാകുന്ന വിവരം. സിംഗപ്പൂർ കപ്പലായ BW റൈന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. 60,000 ടൺ ഇന്ധനമായിരുന്നു കപ്പലിൽ ഉണ്ടായിരുന്നത്. ഇന്ധനം ഇറക്കുന്നതിനായി കപ്പൽ ടെർമിനലിൽ നങ്കൂരമിട്ട സമയത്തായിരുന്നു ഇത്തരം ആക്രമണം നടന്നത്. തുടർന്ന് കപ്പലിൽ നേരിയ തീപിടുത്തം ഉണ്ടായി. ഇത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ അഗ്നിശമന സുരക്ഷാ വിഭാഗം തീയണച്ചതായി മന്ത്രാലയ വക്താവിനെ ഉദ്ധരിച്ച് സൗദി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. സംഭവത്തെ സൗദി ഊർജ്ജ മന്ത്രാലയം അപലപിച്ചു. ആക്രമണത്തിന് പിന്നിൽ ആരാണെന്ന് വക്താവ് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ആക്രമണത്തെ തുടർന്ന് ചെറിയ ഇന്ധന ചോർച്ചയുണ്ടായെന്നാണ് റിപ്പോർട്ട്. സംഭവം ഇന്ധന വിതരണത്തെ സാരമായി ബാധിച്ചിട്ടുമില്ല. അതേസമയം നേരത്തെയും സൗദിയിൽ എണ്ണയുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഒരു മാസത്തിനിടെ സൗദി ഊർജ്ജ മേഖലയിൽ ഉണ്ടാകുന്ന 4ാമത്തെ ആക്രമണം കൂടിയാകുന്നു ഇത്. ഷുഹൈഖ് തുറമുഖത്ത് കപ്പലിന് നേരെയും ജിദ്ദയിലെ ഇന്ധന വിതരണ കേന്ദ്രത്തിന് നേരെയും ജിസാനിലെ ഇന്ധന വിതരണ കേന്ദ്രത്തിന് കീഴിലെ ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോമിന് നേരെയും ആക്രമണം ഉണ്ടായിരുന്നു. ആഴ്ചകൾക്ക് മുന്നേ സൗദി അരാംകോയുടെ ജിദ്ദയിലെ കേന്ദ്രത്തിന് നേരെയും മറ്റൊരു കപ്പലിന് നേരെയും ഹൂതികൾ ആക്രമണം നടത്തിയിരുന്നു. ചെങ്കടലിൽ കുഴിബോംബുകൾ സ്ഥാപിച്ചും ബോട്ടുകളിൽ അയച്ചുമാണ് ഹൂതികൾ ആക്രമണം നടത്തുന്ന രീതി. ഇന്നുണ്ടായ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ആരും ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.